ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് റവ കൊണ്ട് കിച്ചടി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ട സാധനങ്ങൾ: 1 കപ്പ് റവ. ഇത് ചോളമാണ്. റവ നമുക്ക് സാധാരണ ബോംബെ റവയിലും ഉണ്ടാക്കാം. ഇത് ഒരു ക്യാരറ്റ് ചിരകിയെടുത്തത്, ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത്, ഒരു തക്കാളി കൊത്തി അരിഞ്ഞത്, 2 പച്ചമുളക്, ശകലം ഇഞ്ചി. അതിൻ്റെ കൂടെ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് 2 വറ്റൽമുളക്, 1 സ്പൂൺ കടലപ്പരിപ്പ്, 1 സ്പൂൺ ഉഴുന്നമ്പരിപ്പ്, 1 സ്പൂൺ കപ്പലണ്ടി, 1 കപ്പ് തേങ്ങയും കൂടെ വേണം. ആദ്യം ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതെല്ലാം, ഈ പരിപ്പുകളെല്ലാം കൂടെ ഇടുക. എല്ലാം കടലപ്പരിപ്പ്, ഉഴുന്ന്, കപ്പലണ്ടി, മുളക്, വറ്റൽമുളക്, കരിവേപ്പില എല്ലാം കൂടെ ഇട്ട് ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഉള്ളിയും പച്ചമുളകും കൂടെ ചേർക്കണം. അത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം തക്കാളിയും ക്യാരറ്റും കൂടെ നമുക്ക് ചേർക്കാം. കണ്ടോ, ഉള്ളിയും ക്യാരറ്റും എല്ലാം നന്നായിട്ട് വെന്ത് ഇങ്ങനെ വരികയാണ്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം. ഒരു കപ്പ് റവയാണെങ്കിൽ 2 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ റവ ചേർക്കാവൂ. ഇപ്പോൾ നമുക്ക് റവ ചേർക്കാം. റവ ചേർത്ത് നന്നായിട്ട് ഇളക്കണം. സ്ലോ ഫ്ലെയിമിൽ നമുക്കിതിനെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. കേട്ടോ, നല്ല കളർഫുള്ളാണ് കേട്ടോ. തക്കാളിയും ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും വറ്റൽമുളകും റവയും കൂടെ ചേർത്തപ്പോഴേക്കും നല്ല കളർഫുള്ളാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തല്ലോ എല്ലാവരും. ഇനി നമുക്കിതിനെ സ്ലോ ഫ്ലെയിമിൽ വേവിക്കണം. കണ്ടോ, നമ്മുടെ റവ കിച്ചടി റെഡിയായി. ഇതിനെ നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കണം. നല്ല ടേസ്റ്റിയായ റവ കിച്ചടി തയ്യാറായി. അവസാനം തേങ്ങയിട്ട് നന്നായിട്ട് ഇളക്കുക. റവ കിച്ചടി തയ്യാറായി. നമ്മുടെ റവ കിച്ചടിയുടെ കൂടെ സാമ്പാർ, ചട്നി, പയർ മുളപ്പിച്ചത് കൂടെ നമ്മൾ ചേർത്ത് കഴിക്കണം. നല്ല ടേസ്റ്റിയായ ഹെൽത്തിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ, താങ്ക് യു.